അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ക്ലാസ് 8 തസ്കത്തുൽ വിൽദാൻ ഒന്നാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ആദ്യം വായിച്ച് മനസ്സിലാക്കാം. അൽ-വഹ്ദത്തുൽ ഊല, ഒന്നാമത്തെ പാഠം, സൂറത്തുൽ മസദ്. നാം ഈ പാഠത്തിൽ സൂറത്തുൽ മസദിന്റെ തഫ്സീറിനെ കുറിച്ചും ഈ സൂറത്ത് ഉണ്ടാവാനുള്ള സാഹചര്യത്തെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. ക്ലാസ് 8 തസ്കിയ അറബി പാഠമായതുകൊണ്ട് ഓരോ വരിയുടെയും അർത്ഥം മനസ്സിലാക്കിയതിനു ശേഷം വേണം നാം ഈ പാഠത്തിന്റെ തദ്രീബാത്തെല്ലാം നോക്കാൻ. ആദ്യം സൂറത്തുൽ മസദിന്റെ ഓരോ ആയത്തിന്റെയും അർത്ഥം മനസ്സിലാക്കാം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഒന്നാമത്തെ ആയത്ത് നോക്കൂ. അബൂ ലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ, അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ആയത്ത് നോക്കൂ. അവന്റെ ധനമോ സമ്പാദ്യമോ അവന് ഉപകാരപ്പെട്ടില്ല. മൂന്നാമത്തെ ആയത്ത്. തീ ജ്വാലയുള്ള നരകാഗ്നിയിൽ തീർച്ചയായും അവൻ പ്രവേശിക്കും. നാലാമത്തെ ആയത്ത്. പിറകു ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും. അഞ്ചാമത്തെ ആയത്ത്. അവളുടെ കഴുത്തിൽ ഈന്തപ്പന നാറുകൊണ്ടുള്ള ഒരു കയറുണ്ട്. അടുത്തത് നുസൂൽ ഹാദിഹി സൂറ, അതായത് ഈ പാരഗ്രാഫിൽ ഈ സൂറത്തിന്റെ അവതരണത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഈ സൂറത്തിന് സൂറത്തുൽ മസദ്, സൂറത്തു തബ്ബത്ത്, സൂറത്തു അബി ലഹബ് എന്നീ പേരുകളുണ്ട്. ഇതിന്റെ അവതരണ പശ്ചാത്തലം അങ്ങയുടെ അടുത്ത കുടുംബക്കാരോട് താക്കീത് നൽകുക എന്ന ഖുർആനിക വചനം ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാക്കുന്ന് കയറാൻ വേണ്ടി ചെന്നു. ഖുറൈശി ഗോത്രങ്ങളെ വിളിച്ചു വരുത്തി. അവരെല്ലാം സംഘടിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഈ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് ഒരു കുതിരപ്പട സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, നീ കളവ് പറഞ്ഞതായി ഞങ്ങൾക്ക് ഇതുവരെ അനുഭവമില്ല. നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ കഠിനമായ ശിക്ഷയെ സംബന്ധിച്ച് ഞാൻ താക്കീത് നൽകുന്നു. അപ്പോൾ അബൂ ലഹബ് പറഞ്ഞു, നിനക്ക് നാശം, ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ നീ വിളിച്ചു കൂട്ടിയത്? അപ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. ഇനി അടുത്തത് തഫ്സീറുസ് സൂറ. ഈ സൂറത്തിന്റെ വ്യാഖ്യാനത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ എക്സാമിലൊക്കെ ഇതുപോലെ ഓരോ ആയത്തിന്റെയും തഫ്സീറൊക്കെ ചോദിക്കും. അങ്ങനെ തഫ്സീർ ചോദിച്ചാൽ കൂട്ടുകാർ മാക്സിമം കിതാബിൽ എങ്ങനെയാണ് പഠിക്കുന്നത് അത് അതുപോലെ എഴുതുക. അപ്പോൾ അറബിയിൽ എഴുതുന്നതാണ് നല്ലത്. അബൂ ലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ. ഉദ്ദേശം അവൻ പൂർണ്ണമായും. ഈ വാക്യം പ്രാർത്ഥനയാണ്. അവന്റെ നാശം യാഥാർത്ഥ്യമായി. ഈ വാക്യം വിവരണമാണ്. അവന് ഉപകാരപ്പെട്ടില്ല. ഭൂതകാല പ്രയോഗം ഭാവികാല അർത്ഥത്തിലാണ്. അവൻ വാരിക്കൂട്ടിയ സ്വത്ത്, അവൻ സമ്പാദിച്ച സന്താനങ്ങൾ. ജഹന്നം നരകാഗ്നിയിൽ തീർച്ചയായും അവൻ പ്രവേശിക്കും. ജ്വലിക്കുന്ന ആളിക്കത്തുന്ന അവന്റെ ഭാര്യ ഉമ്മു ജമീലും. നബിത്തങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലിടാൻ മുള്ളു ശേഖരിക്കുന്ന വിറക് ചുമട്ടുകാരിയെയാണ് പ്രത്യേകം ആക്ഷേപത്തിന് വിധേയമാക്കുന്നത്. അവളുടെ കഴുത്തിൽ ഒരു കയറുണ്ട്, പിരിച്ച ഈത്തപ്പന നാറ് കൊണ്ടുള്ള. അടുത്ത പേജ് നോക്കൂ. നാം ഈ തഫ്സീരിൽ എന്താണ് പഠിച്ചത് അതാണ് ഇവിടെ പാരഗ്രാഫായി കൊടുത്തിരിക്കുന്നത്. അബൂ ലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ, അവന് ഉപകാരപ്പെട്ടില്ല. അവൻ വാരിക്കൂട്ടിയ സ്വത്ത്, അവൻ സമ്പാദിച്ച സന്താനങ്ങൾ. ജഹന്നം നരകാഗ്നിയിൽ തീർച്ചയായും അവൻ പ്രവേശിക്കും. ജ്വലിക്കുന്ന ആളിക്കത്തുന്ന അവന്റെ ഭാര്യ ഉമ്മു ജമീലും.
നബിത്തങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലിടാൻ മുള്ളു ശേഖരിക്കുന്ന വിറക് ചുമട്ടുകാരിയെയാണ് പ്രത്യേകം ആക്ഷേപത്തിന് വിധേയമാക്കുന്നത്. അവളുടെ കഴുത്തിൽ ഒരു കയറുണ്ട്, പിരിച്ച ഈത്തപ്പന നാറ് കൊണ്ടുള്ള. ഇനി അടുത്തത് ഹാസിലു ഹാദിഹി സൂറ. ഈ സൂറത്തിന്റെ രത്ന ചുരുക്കമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പം നോക്കൂ, തിരുനബിയോട് ശത്രുത പുലർത്താൻ പരസ്പരം സഹായിച്ച ഭാര്യ ഭർത്താക്കന്മാരുടെ അന്ത്യത്തെക്കുറിച്ച് ഈ സൂറത്ത് വിവരിക്കുന്നു. അബൂലഹബും ഭാര്യ ഉമ്മു ജമീലുമാണവർ. അബൂലഹബിന് വിനാശവും നഷ്ടവും സംഭവിച്ചുവെന്നും അവൻ്റെ ധനമോ സന്താനങ്ങളോ അവന് ഉപകാരപ്പെട്ടില്ലെന്നും അവൻ നരകാവകാശിയാണെന്നും ഈ സൂറത്ത് പ്രഖ്യാപിക്കുന്നു. തിരുനബിയെയും സത്യവിശ്വാസികളെയും ഉപദ്രവിക്കാനും ശത്രുത കാണിക്കാനും കുഫ്രിന് കൂട്ടുനിന്ന് തൻ്റെ ഭാര്യയുടെയും അനന്തരം നരകത്തിലാണെന്നും ഈ സൂറത്ത് പറയുന്നു. അവൾ മുള്ളിൻ കെട്ട് ചുമന്ന് രാത്രിയിൽ തിരുനബിയുടെ വഴിയിൽ വിതറാറുണ്ടായിരുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കൂ. എല്ലാം ഖുർആൻ പറഞ്ഞത് പ്രകാരം സംഭവിച്ചു. അബൂലഹബും ഭാര്യ ഉമ്മു ജമീലും മകൻ ഉത്തൈബത്തും വളരെ ദുഷിച്ച മരണത്തിന് കീഴടങ്ങി. വൃത്തികെട്ട രൂപത്തിൽ അവർ നാശമടഞ്ഞു. ധനമോ സന്താനമോ അവന് ഉപകാരപ്പെട്ടില്ല. ബദർ യുദ്ധത്തിന്റെ 7-ാം നാൾ ഭയാനകമായ ഒരു സാംക്രമിക രോഗം മൂലം അബൂലഹബ് നശിച്ചു. കുടുംബം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. അങ്ങനെ അവനിൽ നിന്ന് ദുർഗന്ധം വമിച്ചു. അപമാനം ഭയന്നപ്പോൾ മക്കയിലെ ഒരു ഉയർന്ന ചുമരിൽ അവനെ ചാരി നിർത്തി കല്ലുകൾ എറിഞ്ഞ് അവനെ മൂടി. അതേസമയം അവൻ്റെ ഭാര്യ വിശ്രമിക്കുന്നതിനിടയിൽ ഒരു മലക്ക് വന്ന് അവളുടെ കയർ കൊണ്ട് കഴുത്തു നെരിച്ച് കൊലപ്പെടുത്തി. ഉത്തൈബത്ത് എന്ന മകനെ ഷാമിൽ വെച്ച് സിംഹം പിടിച്ചു. മുഅത്തിബ്, ഉത്തുബത്ത് എന്നീ 2 മക്കൾ മക്ക വിജയ ദിവസം ഇസ്ലാം മതം സ്വീകരിച്ചു. അടുത്ത പേജ് നോക്കൂ. ഇവിടെ നമുക്കൊരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അതിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? അതെ, അൽ ഫാഇൽ, ഫാഇലിൻ്റെ വിശദീകരണമാണ് കൊടുത്തിരിക്കുന്നത്. അത് കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കുക. ഇനി താഴെ നോക്കൂ, ഓരോ ഉദാഹരണങ്ങളും കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തത് ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ ഖാല എന്നത് ഫീലു മാളിയാണ്, നബിയ്യു എന്നത് ഫായിലു മർഫൂ ആണ്. രണ്ടാമത്തത് നോക്കൂ, തബ്ബൽ കാഫിർ. അതിൽ തബ്ബ എന്നത് ഫീലു മാളിയാണ്, കാഫിർ എന്നത് ഫായിലു മർഫൂ ആണ്. മൂന്നാമത്തത് നോക്കൂ, തഖ്റുജു ഖൈലുൻ. ഇതിൽ തഖ്റുജു എന്നത് ഫീലു മുളാരി മുസ്ബത്താണ്, ഖൈലുൻ എന്നത് ഫായിലു മർഫൂ ആണ്. നാലാമത്തത് നോക്കൂ, ലം യൻഫഇൽ മാലു. അതിൽ ലം യൻഫ എന്നത് ഫീലു മുളാരി മൻഫിയാണ്, മാലു എന്നത് ഫായിലു മർഫൂ ആണ്. കൂട്ടുകാർക്ക് ഈ പാഠം മനസ്സിലാകില്ലേ? നമുക്കിനി ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റ. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കാം. തബ്ബ യതുബ്ബു തബാബുൻ, കസബ യക്സിബു കസ്ബുൻ, സഇദ യസ്അദു സുഊദുൻ, ഖസിറ യഖ്സറു ഖുസ്റാനുൻ. അടുത്ത പേജ് നോക്കൂ. ഹമല യഹ്മിലു ഹംലുൻ, ത്വറഹ യത്റഹു ത്വർഹുൻ, റബത്ത യർബുത്തു റബത്തുൻ. അടുത്ത പ്രവർത്തനം നക്തുബുൽ മാന, അർത്ഥം എഴുതാനുള്ളതാണ്. ലഹബുൻ അതിൻ്റെ അർത്ഥം തീജ്വാല, ഹത്തബുൻ അതിൻ്റെ അർത്ഥം വിറക്, മസദുൻ ഈന്തപ്പന നാര്, ഷൗക്കുൻ അതിൻ്റെ അർത്ഥം മുള്ള്, മസീറുൻ ഇതിൻ്റെ അർത്ഥം പരിണതി, ഹുസുമത്തുൻ അതിൻ്റെ അർത്ഥം കെട്ട്, അബുഷൗ ഇതിൻ്റെ അർത്ഥം ഏറ്റവും നീചമായ. അടുത്തത് അഫ്ലഉ ഇതിൻ്റെ അർത്ഥം ഏറ്റവും വഷളായ, മുഅദിൻ ഇതിൻ്റെ അർത്ഥം പകരുന്നത്. അടുത്തത് ഖനഖുൻ അതിൻ്റെ അർത്ഥം ശ്വാസം മുട്ടിക്കുക. അടുത്ത പ്രവർത്തനം നക്തഷ്ഫുൽ ഇജാബാത്ത്, ഉത്തരം കണ്ടെത്താനുള്ളതാണ്. ഇവിടെ ചോദ്യങ്ങൾ അറബിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ചോദ്യത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കിയതിനു ശേഷം വേണം ഓരോന്നിനും ഉത്തരം എഴുതാൻ. ഒന്നാമത്തെ ചോദ്യം, ലിസൂറത്തിൽ മസദി സലാസത്തു അസ്മാ മാഹിയ.
അതായത് സൂറത്തുൽ മസദിന് 3 പേരുകളുണ്ട്. അവ ഏവ എന്നാണ് ചോദ്യം. ഉത്തരം: 1 സൂറത്തുൽ മസദ്, 2 സൂറത്ത് തബ്ബത്ത്, 3 സൂറത്ത് അബീ ലഹബ്. രണ്ടാമത്തെ ചോദ്യം: മാ സബബു നുസൂലി ഹാദിഹി സൂറ, അതായത് ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം എന്ത് എന്നാണ് ചോദ്യം. ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ കുന്നിന്മേൽ കയറി ഖുറൈശി ഗോത്രങ്ങളെ വിളിച്ചു വരുത്തി. എന്നിട്ട് അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ താക്കീത് നൽകുന്നു എന്ന് അറിയിച്ചു. അപ്പോൾ നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്ന് അബൂലഹബ് ചോദിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് സൂറത്തുൽ മസദ് അവതരിച്ചത്. മൂന്നാമത്തെ ചോദ്യം: സുമ്മിയ്യത്ത് ഇംറഅത്തു അബീ ലഹബിൻ ഹമ്മാലത്തൽ ഹതബ് ലിമ, അതായത് അബൂലഹബിൻ്റെ ഭാര്യ വിറക് കെട്ട് ചുമയ്ക്കുന്നവൾ എന്ന് പേര് ലഭിക്കാനുള്ള കാരണം. ഉത്തരം: അവൾ മുള്ളിൻ കെട്ട് ചുമന്ന് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിൽ വിതറാറുണ്ടായിരുന്നത് കൊണ്ട്. നാലാമത്തെ ചോദ്യം: മാത അബൂലഹബിൻ അബ്ശഅ മീതത്തിൻ കൈഫ കാനത് മീതതുഹു, അതായത് അബൂലഹബ് വളരെ ദുഷിച്ച മരണത്തിന് കീഴടങ്ങി. എങ്ങനെയുള്ള മരണമായിരുന്നു അത് എന്നാണ് ചോദ്യം. ഉത്തരം: ബദർ യുദ്ധത്തിന്റെ 7-ാം നാൾ ഭയാനകമായ ഒരു സാംക്രമിക രോഗം മൂലം അബൂലഹബ് നശിച്ചു. കുടുംബം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. അങ്ങനെ അവനിൽ നിന്ന് ദുർഗന്ധം വമിച്ചു. അപമാനം ഭയന്നപ്പോൾ മക്കയിലെ ഒരു ഉയർന്ന ചുമരിൽ അവനെ ചാരി നിർത്തി കല്ലുകൾ എറിഞ്ഞ് അവനെ മൂടി. അഞ്ചാമത്തെ ചോദ്യം: ഹലക്കത്ത് ഇംറഅത്തുഹു അഫ്ളഅ ഹലക്കത്തിൻ കൈഫ കാനത് ഹലക്കത്തുഹ, അതായത് അബൂലഹബിൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും വഷളായ നാശം സംഭവിച്ചു. എങ്ങനെയായിരുന്നു അവളുടെ നാശം? ഉത്തരം: അബൂലഹബിൻ്റെ ഭാര്യ വിശ്രമിക്കുന്നതിനിടയിൽ പിന്നിൽ നിന്ന് ഒരു മലക്ക് വന്ന് അവളുടെ കയറ് കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. അടുത്ത പ്രവർത്തനം: നസ്തഖ്രിജുൽ ഫാഇല വൽ ഫിഅല, അതായത് ഈ പാഠഭാഗത്തിൽ നിന്ന് ഫാഇല് ഫിഅല് വേർതിരിക്കുക. ഒന്നാമത്തെ നോക്കൂ, നസലത്തി സൂറ. ഇതിൽ നസല എന്നത് ഫിഅലാണ്, സൂറത്ത് എന്നത് ഫായിലാണ്. രണ്ടാമത്തെ നോക്കൂ, ഖസിറത്തിൽ കാഫിറ. അതിൽ ഖസിറ എന്നത് ഫിഅലാണ്, കാഫിറത്ത് എന്നത് ഫായിലാണ്. മൂന്നാമത്തത് അഖ്ബർ അൽ ഖുർആൻ. അതിൽ അഖ്ബറ എന്നത് ഫിഅലാണ്, ഖുർആൻ എന്നത് ഫായിലാണ്. അടുത്ത പ്രവർത്തനം വാജിബുൽ മൻസിലിയ്യ്, ഖണ്ഡിക തയ്യാറാക്കാനുള്ളതാണ്. ഇതിൽ നോക്കൂ, നുഇദ് ഫിഖറതൻ അൻ തബാബി അബീ ലഹബിൻ വംറഅതിഹി, അതായത് അബൂലഹബിൻ്റെയും ഭാര്യയുടെയും നാശത്തെക്കുറിച്ച് ഖണ്ഡിക തയ്യാറാക്കുക. നമുക്ക് തയ്യാറാക്കാം. അബൂലഹബും ഭാര്യ ഉമ്മു ജമീലും മകൻ ഉത്തൈബത്തും വളരെ ദുഷിച്ച മരണത്തിന് കീഴടങ്ങി. വൃത്തിക്കെട്ട രൂപത്തിൽ അവർ നാശമടഞ്ഞു. ധനമോ സന്താനമോ അവന് ഉപകാരപ്പെട്ടില്ല. ബദർ യുദ്ധത്തിന്റെ 7-ാം നാൾ ഒരു സാംക്രമിക രോഗം മൂലം അബൂലഹബ് നശിച്ചു. കുടുംബം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. അങ്ങനെ അവനിൽ നിന്ന് ദുർഗന്ധം വമിച്ചു. അപമാനം ഭയന്നപ്പോൾ മക്കയിലെ ഒരു ഉയർന്ന ചുമരിൽ അവനെ ചാരി നിർത്തി കല്ലുകൾ എറിഞ്ഞ് അവനെ മൂടി. അതേസമയം അവൻ്റെ ഭാര്യ വിശ്രമിക്കുന്നതിനിടയിൽ പിന്നിൽ നിന്ന് ഒരു മലക്ക് വന്ന് അവളുടെ കയറ് കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ഉത്തൈബത്ത് എന്ന മകൻ ഷാമിൽ വെച്ച് സിംഹം പിടിച്ചു. ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.